ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സുകൾ നന്നായിരുന്നോ അല്ലെങ്കിൽ മോശമായിരുന്നോ, എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടായി, അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം പാഴിക്കളയാതെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചലന സമവാക്യം എന്നതിൻ്റെ രണ്ടാം പാർട്ടാണ്, രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫിസിക്സിലെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രവേഗവും ആ പ്രവേഗവുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സമപ്രവേഗവും ആ സമപ്രവേഗവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സമപ്രവേഗം എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് അസമപ്രവേഗമാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. 3 കാറുകൾ 200 മീറ്റർ ദൂരം സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 3 കാറുകൾ 200 മീറ്റർ ദൂരം സഞ്ചരിച്ചതായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. കാറുകളുടെ ചലനത്തിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്കുത്തരം എഴുതുക. അപ്പോൾ കാറുകളുടെ ചലനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാറുകളുടെ ചലനത്തിൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യുക, അത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്കുത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർ 1, കാർ A, കാർ B, കാർ C, ഇങ്ങനെ 3 കാറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് ഓരോ കാറിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. ഇവിടെ 0 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40, 50, 60 ഇങ്ങനെ തുടങ്ങി 200 മീറ്റർ വരെയുണ്ട്. അപ്പോൾ ഇതിൽ സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, അങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ വ്യത്യാസം, ഇപ്പോൾ 0 മീറ്ററിനും 10 മീറ്ററിനും ഇടയിൽ 10ആണ്, 10നും 20നും ഇടയിൽ 10, 20, 30, 10, അങ്ങനെ 10, 10, 10 വെച്ചാണ് ആദ്യത്തെ കാറിൻ്റെ ചലനം എന്ന് പറയുന്നത്, അതായത് അല്ലെങ്കിൽ ആ കാറിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഇനി 0 മുതൽ 10 മീറ്റർ വരെ, 10 മുതൽ 30 മീറ്റർ വരെ, 30, 40 മീറ്റർ വരെ, 40 മുതൽ 60 മീറ്റർ വരെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ കാറിൻ്റെ ചലന വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരോ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ കാറിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ഇവിടെ ഇതാണ് കാർ 3. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത, ഇതിങ്ങനെ ഒരു അപ്പോൾ കാർ 3ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കാർ 3 ഒരു സർക്കിളായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 190 മീറ്റർ അതായത് വരെയുണ്ട്. 0 മുതൽ 10, 20, 30, 40, 50, 60 മുതൽ 190 മീറ്റർ വരെയാണ് ഇതിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത്. അതുപോലെ 1 സെക്കൻഡ്, 2 സെക്കൻഡ് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. കാർ എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണോ, കാരണം എന്ത്? അപ്പോൾ കാർ എ നമ്മൾ പറഞ്ഞു. കാർ എ എന്ന് പറയുമ്പം കാർ എയുടെ 0 മുതൽ 10, അപ്പോൾ 10, 20, 30 ഇവിടെ എല്ലായ്പ്പോഴും എന്താണ്, വേഗത തുല്യമാണ്. കാർ എയുടെ വേഗത തുല്യമാണ്. അപ്പോൾ നമുക്ക് തുല്യമാണ് എന്ന് പറയാം. അതിനുള്ള കാരണം എന്താണ്, കാർ എയുടെ പ്രവേഗം എന്ത് ചെയ്യുന്നു, അത് ഒരേപോലെ, അതായത് 10 വെച്ച് ഇവിടെ കൂടി പോരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി കാർ ബിയുടെ പ്രവേഗമോ, കാരണം എന്ത്? കാർ ബിയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണോ, കാരണം എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം കാർ ബിയുടെ പ്രവേഗം അതെങ്ങനെയാണ്, എല്ലായ്പ്പോഴും തുല്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 0 മുതൽ 10 വരെ, പിന്നെ 10 30ആണ്, 40 60ആണ്, അപ്പം 20 30 ഒക്കെ വെച്ച് എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. അതാണ് നമ്മുടെ കാർ ബിയുടെ പ്രത്യേകത. ഇനി നോക്കിയേ, അപ്പം അതിന് കാരണം എന്താണ്, അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് 10 20 അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ കൂടി പോകുന്നത്. ഇനി വാഹനങ്ങളുടെ ടയർ കറങ്ങുന്ന അവസരത്തിൽ അതിൽ പറ്റിയിരിക്കുന്ന ചെളി തെറിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ സമയത്തും ചെളി തെറിക്കുന്നത് ഒരേ ദിശയിലാണോ?
ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേ? വാഹനങ്ങളുടെ ടയർ കറങ്ങുന്ന അവസരത്തിൽ അതിൽ പറ്റിയിരിക്കുന്ന ചെളി തെറിച്ചു പോകുന്നത് എന്താണ്, പല ദിശയിലേക്കാണല്ലേ? ഒരേ ദിശയിലേക്കാണോ? അല്ല. ഓരോ സമയത്തും ചെളി തെറിക്കുന്നത് ഒരേ ദിശയിലാണോ? അല്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? ഇത് ഒരേപോലെ അല്ല എന്ന് പറയാം. വർത്തുളപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വർത്തുളപാത ഈ പാതയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർത്തുളപാത എന്ന് പറയുന്നത്. അപ്പോൾ വർത്തുളപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ചലനദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു വസ്തു വർത്തുളപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചലനദിശയ്ക്ക് എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും മാറ്റം ഉണ്ടാകും. ഇനി ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിയാൽ എന്ത് സംഭവിക്കും? ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ എന്തിൽ മാറ്റമുണ്ടാകുമെന്ന് ചോദിക്കും. എന്തിലാണ്? പ്രവേഗത്തിലാണ് മാറ്റമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ദിശയോ എന്ത് ചെയ്യുന്നില്ല?
മാറുന്നില്ല. അതുകൊണ്ടാണ് കാർ എ സമപ്രവേഗത്തിലാണെന്ന് നമ്മൾ പറയുന്നത്. ഇനി കാർ ബി നമ്മൾ പറഞ്ഞു എന്താണ്, അസമപ്രവേഗത്തിലാണ്. അവിടെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അവിടെ ദൂരം കൂടുന്നു, പ്രവേഗം മാറുന്നു അല്ലേ. അപ്പോൾ അവിടെ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, അസമപ്രവേഗമാണ്. ഇനി അതിനുള്ള കാരണം എന്താണ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ദൂരത്തിൽ വ്യത്യാസം വരുന്നു. അതായത് 0, 10 ആണ് ആദ്യത്തേതെങ്കിൽ പിന്നീട് 10 മീറ്ററിന് 30 മീറ്ററിന് 20 വ്യത്യാസം വരുന്നു. അതുപോലെ 30, 40 വീണ്ടും 10 വ്യത്യാസം വരുന്നു. വീണ്ടും 40, 60 ഇടയിൽ 20 വ്യത്യാസം വരുന്നു. അങ്ങനെ പോകുന്നു. ഇനി അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് കാർ സിക്ക് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? കാർ സിക്കും എന്താണ്, അസമപ്രവേഗമാണ്. അതുപോലെ അതിനുള്ള കാരണം എന്താണ്, പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നില്ല, പക്ഷെ എന്ത് മാറുന്നു, ദിശ മാറുന്നു. അപ്പോൾ പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നില്ലെങ്കിലും അതിൻ്റെ ദിശ മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സമപ്രവേഗം അസമപ്രവേഗം എന്ന് പറയുന്നത്. ഇനി സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അസമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ പറഞ്ഞു. സമപ്രവേഗം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി അസമപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ, വേഗം, ദിശ എന്നിവ മാറിയാലും എന്ത് മാറും, പ്രവേഗം മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ പ്രവേഗത്തിന് മാറ്റം വരും. ചിലപ്പോൾ ഒന്ന് മാറും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വേഗവും ദിശയും ഒക്കെ മാറും. അങ്ങനെ മാറിയാലും അവിടെ എന്താണ് സംഭവിക്കുന്നത്, അത് പ്രവേഗത്തിന് മാറ്റം വരുത്തും. അപ്പം ഇങ്ങനെയുള്ള വസ്തുവിൻ്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പ്രവേഗം എങ്ങനെയുള്ളതായിരിക്കും, അസമപ്രവേഗമായിരിക്കും. ഇനി സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ചുവടെ നൽകിയ സന്ദർഭങ്ങളെ സമപ്രവേഗം അസമപ്രവേഗം എന്നിങ്ങനെ സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്താൻ. അപ്പോൾ ചുവടെ കുറച്ച് പ്രസ്താവനകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സമപ്രവേഗം അസമപ്രവേഗം എന്നിങ്ങനെ ആ ഒരു സന്ദർഭത്തെ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് നോക്കാം. മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു കല്ലിടുകയാണ്. ആ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? അപ്പോൾ നമുക്ക് പറയാം പ്രവേഗവും അസമപ്രവേഗവും എന്താണെന്ന് മനസ്സിലാക്കി. ചുവടെ നൽകിയ സന്ദർഭങ്ങളെ സമപ്രവേഗമാണ്. കാരണം കല്ല് ഇടുമ്പോൾ ചിലപ്പോൾ സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം. മുകളിൽ നിന്നൊരു കല്ല് താഴേക്കിടുകയാണ്. അതിൻ്റെ ചലനം സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? അപ്പോൾ അതിൻ്റെ ചലനം എന്താണ്? കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് സമപ്രവേഗം അല്ല, അസമപ്രവേഗമാണ്. അസമപ്രവേഗമാണ്. കാരണം കല്ല് മുകളിൽ നിന്ന് നമ്മൾ താഴേക്കിടുമ്പോൾ കല്ലിന് എന്തുണ്ടാകുന്നു? ആദ്യം ഇടുമ്പോൾ ചിലപ്പോൾ അത് 0-ൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് അതിൻ്റെ സ്പീഡ് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? അസമപ്രവേഗമാണ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വേറെ ഒരു ഇത് വരുന്നില്ല. അവിടെ എന്താണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ സമപ്രവേഗം തന്നെയാണ്. ഇനി ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പുറപ്പെടാൻ സമയത്ത് എന്ത് ചെയ്യുന്നു? അപ്പോൾ ബസ് ശൂന്യമായിരിക്കും. അതല്ലെങ്കിൽ അവിടെ എന്തില്ല, അവിടെ 0-ലാണ് തുടങ്ങുന്നത് അല്ലേ, ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന, അപ്പം മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ ചലനത്തിൽ വേഗത്തിൽ വ്യത്യാസം വരുന്നു. ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം എന്താണ്? അവിടെ ഒരു ട്രെയിന് ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം എന്ന് പറയുന്നത് എന്താണ്? ദിശയും മാറുന്നില്ല,
അവിടെ നമുക്ക് സമയവും മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ബസ് എന്ന് പറയുന്നത് എന്താണ് അവിടെ സമപ്രവേഗമാണെന്ന് പറയാം. അങ്ങനെ ദിശയും സമയവും മാറുന്നില്ലെങ്കിൽ എന്തെന്ന് പറയാം? അവിടെ സമപ്രവേഗമാണെന്ന് പറയാം. ഇനി ഊഞ്ഞാലാടുന്നത് എന്താണ്? അസമപ്രവേഗമാണ്. കാരണം ചിലപ്പോൾ ഊഞ്ഞാലിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഊഞ്ഞാലിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ അവിടെ അസമപ്രവേഗമാണ്. ഇനി ഇവിടെ സമപ്രവേഗവും അസമപ്രവേഗവും തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇവിടെ സമപ്രവേഗത്തിന് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുന്നത്? നമ്മൾ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് അതെന്താണ്? സമപ്രവേഗമാണ്. അതുപോലെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം എന്താണ്? അസമപ്രവേഗമാണ്. ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം എന്ന് പറയുന്നത് സമപ്രവേഗമാണ്. ഇനി ഊഞ്ഞാലാടുന്നത് അസമപ്രവേഗമാണ്. അതുപോലെ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? സമപ്രവേഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. ഇനി ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ബസ്സിൻ്റെ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലെയും പ്രവേഗമാറ്റം ഒരുപോലെ ആയിരിക്കുമോ? അല്ല. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ബസ്സിൻ്റെ പ്രവേഗം എന്താണ്? ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും പ്രവേഗമാറ്റം ഒരുപോലെ ആയിരിക്കുമോ? ഓരോ സെക്കൻഡിലും പ്രവേഗമാറ്റം ഒരുപോലെ ആയിരിക്കില്ല. ഇനി നമുക്ക് കോളത്തിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്കതൊന്ന് നോക്കാം. വാഹനങ്ങളിൽ പ്രവേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാഹനങ്ങളിലൊക്കെ വേഗത വർദ്ധിപ്പിക്കും അല്ലേ? എന്ത് ചവിട്ടിയാൽ? ആക്സിലറേറ്റർ ചവിട്ടിയാൽ വേഗം വർദ്ധിക്കും. അപ്പോൾ നമ്മൾ വേഗം വർദ്ധിപ്പിക്കും. അപ്പോൾ വാഹനങ്ങളിൽ പ്രവേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം ഏതാണ്? അതാണ് ആക്സിലറേറ്റർ. ഇനി നമുക്ക് അടുത്ത് പോകാനുള്ളത് ത്വരണത്തിലേക്കാണ്, അഥവാ ആക്സിലറേഷൻ. നോക്കാം. ഒരു ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതായി സങ്കല്പിക്കൂ. ബസ് സ്റ്റാർട്ട് ചെയ്ത് നേർരേഖാപാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവേഗം മാറുന്നുണ്ടല്ലോ. ബസ്സിൻ്റെ നേർരേഖാ സഞ്ചാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പോൾ ഇവിടെ ഒരു ബസ് പുറപ്പെടുന്ന ആ ഒരു വേഗമാണ് ഇവിടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ആ ഒരു ബസ്സിൻ്റെ വേഗതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബസ്സിൻ്റെ പ്രവേഗം എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ്. അതായത് 0-ൽ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് വേഗതയൊന്നുമില്ല. അത് എന്താണ്? 0 മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നീട് അതെന്ത് ചെയ്യുന്നു? 4 മീറ്ററായി. പിന്നെ 8 മീറ്റർ, 12 മീറ്റർ. അങ്ങനെ ബസ്സിൻ്റെ വേഗത 0 സെക്കൻഡിൽ 0 മീറ്റർ, 2 സെക്കൻഡ് ആയപ്പോൾ 4 മീറ്റർ/സെക്കൻഡ്, 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ/സെക്കൻഡ്, 6 മീറ്റർ ആയപ്പോൾ 12 മീറ്റർ/സെക്കൻഡ്. അങ്ങനെ ബസ്സിൻ്റെ പ്രവേഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നോക്കാം. എ മുതൽ ബി വരെ ബസ് സഞ്ചരിക്കുമ്പോൾ എയിലെ പ്രവേഗമാണ്. അപ്പോൾ എയിലെ പ്രവേഗത്തെ നമ്മൾ എന്തെന്ന് പറയും? ആദ്യ പ്രവേഗം എന്ന് പറയും. അപ്പോൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണല്ലേ ഇവിടെ. അപ്പോൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. ആദ്യ പ്രവേഗത്തെ നമ്മൾ ഈ പറയുന്ന യു എന്ന ചിഹ്നം കൊണ്ടാണ് ആദ്യ പ്രവേഗത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ മുതൽ ബി വരെ ബസ് സഞ്ചരിക്കുമ്പോൾ എയിലെ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? എയിലെ പ്രവേഗമാണ് ആദ്യ പ്രവേഗം. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എന്താണ്? ആദ്യ പ്രവേഗമാണ്. ബിയിലെ പ്രവേഗം എന്തായിരിക്കും? ബിയിലെ പ്രവേഗം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അന്ത്യപ്രവേഗമായിരിക്കും അല്ലേ? ഇനി ബിയിലെ പ്രവേഗം എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ അന്ത്യപ്രവേഗമാണ്. ബി മുതൽ ആദ്യ പ്രവേഗമാണ്. അപ്പോൾ ബി മുതൽ സി വരെയാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ബിയിലെ പ്രവേഗം ആദ്യ പ്രവേഗവും സിയിലെ പ്രവേഗം അന്ത്യപ്രവേഗവുമാണ്. ഇനി ഇതാ ഇവിടെ ഓരോ ഘട്ടത്തിലെയും ബസ് സഞ്ചരിച്ച ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം, പ്രവേഗമാറ്റം, പ്രവേഗമാറ്റത്തിനെടുത്ത സമയം, അതുപോലെ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഇത് ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PSCയും ചോദിക്കുന്നത് ആവർത്തിച്ച് ചോദിക്കാം.
അപ്പോൾ എന്താ നമുക്ക് നോക്കാം. എ മുതൽ ബി വരെ ബസ് സഞ്ചരിച്ച ഘട്ടമാണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്. ഇനി അന്ത്യപ്രവേഗം എ മുതൽ ബി വരെ അന്ത്യപ്രവേഗം എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അന്ത്യപ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രവേഗമാറ്റം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി മൈനസ് യു, അതായത് എത്രയാണ്? 4 മൈനസ് 0 അത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? അപ്പം നമുക്ക് എത്രയാണ് ഇവിടെ വരുന്നത്? 4 പ്രവേഗമാറ്റത്തിന് വി മൈനസ് യു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4 മൈനസ് 0. അപ്പോൾ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയാണ്? പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയെന്ന് ചോദിച്ചാൽ, അപ്പോൾ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയാണ്? 2 സെക്കൻഡാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വി മൈനസ് യു ബൈ ടി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ പ്രവേഗമാറ്റം 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവിടെ സമയം എത്രയാണ്? സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അപ്പം 4/2 എന്ന് പറയുന്നത് എത്രയാണ്? 4/2 എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സ്ക്വയർ ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണാനുള്ളത്. അതായത് ഇവിടെ 4 വി മൈനസ് യു എന്ന് പറയുന്നത് ഇവിടെ വി പ്രവേഗമാറ്റം, അതായത് വി 4 അതുപോലെ യു എന്ന് പറയുന്നത് 0. അപ്പോൾ നമുക്ക് അത്ര എഴുതിയാൽ മതി. ഇനി ബി മുതൽ സി വരെ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബി മുതൽ സി വരെ. അപ്പോൾ ബി മുതൽ സി വരെ എന്താണ് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്? ബിയിൽ എത്രയാണ്? 4 ബി മുതൽ സി വരെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 4. അതിൻ്റെ അന്ത്യപ്രവേഗം 8. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 8. ദാ ബി മുതൽ സി വരെ ആദ്യ പ്രവേഗം 4, അന്ത്യപ്രവേഗം 8. അപ്പോൾ ഓരോന്നിനും എടുത്ത സമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യ പ്രവേഗം നമ്മൾ പറഞ്ഞു എത്രയാ? ആദ്യ പ്രവേഗം 4, അന്ത്യപ്രവേഗം 8. ഇനി ഇതിൻ്റെ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 4. പ്രവേഗമാറ്റം എന്ന് പറയുന്നത് 8 മൈനസ് 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് വി മൈനസ് യു, വി എന്ന് പറയുന്നത് 8, 8 മൈനസ് 4 എന്ന് പറയുന്നത് 4. ഇനി പ്രവേഗമാറ്റത്തിനെടുത്ത സമയം നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ സമയം എത്രയാണ്? ഇതാ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എന്ന് പറയുന്നത് ബിയിൽ വരുമ്പോൾ 2 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം? ഇവിടെ 2 സെക്കൻഡാണ്. 2 സെക്കൻഡ്. ഇനി പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കണ്ടെത്തുന്നതിന് എന്ത് ചെയ്യണം? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കാണാൻ വി മൈനസ് യു. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താം. എത്രയാണ്? ഇവിടെ 8, ഇവിടെ 4 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 4. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 2. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ആ ഒരു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4/2. അപ്പം 4/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അതുപോലെ സി മുതൽ ഡി വരെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ 8. അന്ത്യപ്രവേഗം അവിടെ തന്നിട്ടുണ്ട്. അന്ത്യപ്രവേഗം ദാ ഇവിടെയുണ്ട്. ഇവിടെ
ആദ്യ പ്രവേഗം 8, അന്ത്യപ്രവേഗം 12. ഇനി ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് 12ൽ നിന്ന് 4 പോയാൽ എത്ര പ്രവേഗ മാറ്റം? 12ൽ നിന്ന് 4 പോയാൽ 4 എന്ന് നമുക്ക് കിട്ടും. ഇനി അവിടുത്തെ സമയം എത്രയാണ്? അവിടുത്തെ സമയം 4 സെക്കൻഡാണ് അല്ലേ? സി മുതൽ ഡി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെയും 4/2 അവിടെ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അവിടെയും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഓരോ സെക്കൻഡിലും നമുക്ക് പറയാം എന്താണ്? ത്വരണം എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കാം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. അപ്പോൾ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിൻ്റെ അളവ്, അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. ഇനി ത്വരണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രവേഗമാറ്റം ഭാഗം സമയം. അപ്പോൾ ത്വരണം കാണുന്നത് എങ്ങനെയാണ്? പ്രവേഗമാറ്റം ഭാഗം സമയം. അതായത് ത്വരണം എന്ന് പറഞ്ഞാൽ A = v-u/t. നേരത്തെ നമ്മൾ ചെയ്ത അതേ ഇത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. അപ്പോൾ ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ദിശ പ്രതിപാദിക്കുന്ന ഒരു അളവാണ് ത്വരണം. അപ്പോൾ ത്വരണം നമ്മൾ സ്ഥാനാന്തരം പറഞ്ഞതുപോലെ ഒരു സദിശ അളവാണ് ആര്? ത്വരണം എന്ന് പറയുന്നത്. അതുപോലെ പ്രവേഗം, ഇതൊക്കെ എന്താണ്? സദിശ അളവാണ്. ബസ്സിന് ഓരോ സെക്കൻഡിലും ഉണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബസ്സിൻ്റെ ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്കൻഡിലും ബസ്സിനുണ്ടായ ആ ഒരു പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്, അതിനെയാണ് നമ്മൾ ബസ്സിൻ്റെ ത്വരണം എന്ന് പറഞ്ഞത്. ഇനി ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ത്വരണത്തിൻ്റെ യൂണിറ്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് ഭാഗം സമയത്തിൻ്റെ യൂണിറ്റ്, അതാണ് ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ യൂണിറ്റ് ഭാഗം സമയത്തിൻ്റെ യൂണിറ്റ്, അതാണ് എന്ത്? നമ്മുടെ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാപാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിൻ്റെ പ്രവേഗം കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u ആണ്. അത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. ആദ്യ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതിൻ്റെ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സമയം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ അന്ത്യപ്രവേഗം v ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് A = v-u/t എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് കാണാതെ പഠിച്ചു വെക്കാനുള്ളതാണ്. ഇത് നമ്മുടെ അന്ത്യപ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷനാണ്. A = v-u/t, അതാണ് അന്ത്യപ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇനി അതിൽ v-u = at, അതിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് v-u = at എന്ന് പറയുന്നത്. v = u + at എന്ന് നമുക്ക് പറയാം. അപ്പോൾ v എന്ന് പറയുന്നത് എന്താണ്? u + at ആണ് v എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ u എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ ടി എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് 10 + 5 × 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 5 × 2 = 10. അതുപോലെ 10 + 10 എത്രയാണ്?
20 അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഇനി v ഈസ് ഈക്വൽ ടു u പ്ലസ് AT എന്നത് അന്ത്യപ്രവേഗം കാണാനുള്ള സമവാക്യമായി ഉപയോഗിക്കുക. അപ്പം നമുക്ക് അന്ത്യപ്രവേഗം കാണുന്നതിനുള്ള സമവാക്യം ഏതെന്ന് നമ്മൾ പഠിച്ചു. v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. ഇതും അന്ത്യപ്രവേഗം കാണുന്നതിനുള്ള ഒരു സമവാക്യമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 28 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം കണക്കാക്കുക. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഇവിടെ എന്താണ്? ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 28 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ ഇവിടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 28 അങ്ങനെയെങ്കിൽ ഇവിടെ അതുപോലെ ടൈം എത്ര സമയം കൊണ്ടാണ്? ടി എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. 4 സെക്കൻഡ് ടൈമാണ്. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ കാണാനുള്ളത്? എന്ത്? ത്വരണമാണ് കാണാനുള്ളത്. അപ്പോൾ ത്വരണത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതാണ് ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ. ഇത് കാണാതെ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇതാണ് ത്വരണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എന്താ ചെയ്യാം? അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് 28, യു എന്ന് പറയുന്നത് -4. അപ്പോൾ സമയമെന്ന് പറയുന്നത് എത്രയാണ്? സമയമെന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? അപ്പോൾ 28 മൈനസ് 4/4. അപ്പോൾ 28 നിന്ന് 4 പോയാൽ നമുക്ക് 24 എന്ന് കിട്ടും. 24/4 ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഒരു ദൃശ്യമാണ് ചിത്രീകരിക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ല, അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഒരു ദൃശ്യമാണ് ചിത്രീകരിക്കുന്നത്. ത്വരണമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ത്വരണമുണ്ടാക്കുന്ന സന്ദർഭം ഏതൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതിലൊന്നാമത്തത് ജിയാൻറ്റ് വീലാണ്. അപ്പോൾ ഈ ജിയാൻറ്റ് വീലിൻ്റെ ചലനം എന്താണ്? ത്വരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയാൻ വീലിൻ്റെ ചലനം ത്വരണം ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ ഏതാണ്? സ്ലൈഡിങ് ഓൺ സ്ലൈഡ്സ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ലൈഡ് അതും ത്വരണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് പറയാം അതൊക്കെ നമുക്ക് സ്ലൈഡ്സും എന്താണ്? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ത്വരണമുണ്ടാക്കുന്ന സന്ദർഭമാണ്. ഇനി നിത്യജീവിതത്തിൽ ത്വരണമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ത്വരണമുണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത് നമുക്ക് പറയാം, ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. എന്താണ്? തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. അപ്പം തേങ്ങ ആദ്യം പതുക്കെ വരുന്നു, പിന്നെ സ്പീഡ് കൂടുന്നു, താഴെ വരുമ്പോൾ വീണ്ടും സ്പീഡ് കൂടുന്നു. അങ്ങനെയാണ് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അതും ത്വരണത്തിന് കാരണമാണ്. അതുപോലെ നമ്മുടെ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പീഡ്, ബസ് എടുക്കുമ്പോൾ എന്താണ്? അവിടെ സ്പീഡ് കുറവാണ്, പിന്നീട് അത് സ്പീഡ് കൂടുന്നു. അപ്പോൾ അതും എന്താണ്? ത്വരണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ട്രെയിൻ അറൈവ് ചെയ്ത് എത്തുമ്പോൾ, അതായത് ട്രെയിൻ പ്രവേഗം കുറഞ്ഞു വരുന്ന ചില സന്ദർഭങ്ങൾ, അത് നമുക്ക് പറയാം. പ്രവേഗം കുറഞ്ഞു വരുന്ന സന്ദർഭത്തിന് ഉദാഹരണമുണ്ട്. അത് ഏതൊക്കെയാണ്? സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന ട്രെയിന്, അത് പ്രവേഗം കുറഞ്ഞു വരുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതേപോലെ ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തരാം: സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന ട്രെയിൻ താഴെ പറയുന്നതിൽ ഏതിനുദാഹരണമാണ് എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രവേഗം. ട്രെയിൻ സ്റ്റേഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്പീഡ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പ്രവേഗം കുറഞ്ഞു വരുന്ന സന്ദർഭമാണ്
ട്രെയിനിൻ്റെ സ്റ്റേഷനിലുള്ള എത്തിച്ചേരൽ. മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ മുകളിലേക്കുള്ള ചലനം. നമ്മൾ മുകളിലോട്ടൊരു കല്ല് എറിയുമ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതും വേഗം കുറഞ്ഞു വരുന്നു. അപ്പോൾ അതും പ്രവേഗം കുറഞ്ഞു വരുന്നതിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയാം, എന്താണ്? ബ്രേക്ക് ചവിട്ടുമ്പോൾ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടുന്നു, അപ്പോൾ അത് എന്തിന് ഉദാഹരണമാണ്? വേഗം കുറയുന്നു. അപ്പോൾ അതും നമ്മുടെ പ്രവേഗത്തിന് കുറഞ്ഞു വരുന്നതിന് ഉദാഹരണമാണ്. വേഗം കുറയുന്ന അവസരത്തിലും ത്വരണം തന്നെയാണോ? അപ്പോൾ ഇവിടെ വേഗം കുറയുന്ന അവസരത്തിൽ എന്താണ്? ത്വരണം തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അതും ശരിയാണ്. വേഗം കുറയുന്ന അവസരത്തിൽ ത്വരണമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബൈക്ക് പോകുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ഈ ചിത്രം? PQRST. ഇവിടെ എന്താണ്? ഒരു ബൈക്കിൻ്റെ സ്പീഡാണ് 20 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ അത് 15 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 10 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, 0 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താണ്? 0 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്, 10 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ്, 15 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ്, 20 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ്, വീണ്ടും 40 സെക്കൻഡ് കൊണ്ട് 0 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഒരു ബൈക്കിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഒരു മോട്ടോർ ബൈക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ വിശകലനം ചെയ്തിട്ട് ഒരു പട്ടിക പൂർത്തിയാക്കാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. അപ്പോൾ ഓരോ ഘട്ടത്തിലെയും ചലനഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യ പ്രവേഗമുണ്ട്, അന്ത്യപ്രവേഗം, പ്രവേഗമാറ്റം, പ്രവേഗമാറ്റത്തിനടുത്ത സമയം, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അഥവാ ത്വരണം, ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. P മുതൽ Q വരെ. അപ്പോൾ ഓരോന്നിലും സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത് അല്ലേ? P മുതൽ Q വരെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി അന്ത്യപ്രവേഗം എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് V മൈനസ് യു. ഇവിടെ 15 മൈനസ് 20. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ -5 എന്ന് കിട്ടും. ഇനി പ്രവേഗമാറ്റത്തിനടുത്ത സമയം എത്രയായിരുന്നു നമ്മൾ കണ്ടു? 10 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 സെക്കൻഡാണ് ഇവിടെ തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? ഇവിടെ 10 സെക്കൻഡാണ് P മുതൽ Q വരെ. അപ്പോൾ 10 സെക്കൻഡാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കാണുന്നതിന് എന്താണ്, അല്ലെങ്കിൽ ത്വരണം കാണുന്നതിന് A=V-U/T എന്ന ഇക്വേഷൻ നമ്മൾ കാണണം. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് കാണുന്നതിന് എങ്ങനെയാണ്? ഇവിടെ -5 V-U പ്രവേഗമാറ്റത്തിനടുത്ത സമയം. അപ്പം -5 ഭാഗം എത്രയാണ്? 10. അപ്പോൾ പ്രവേഗമാറ്റത്തിനടുത്ത സമയം എന്ന് പറയുന്നത് -5 ഭാഗം 10. അപ്പോൾ അതിൽ നമുക്ക് എത്ര കിട്ടും? -0.5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് മുതൽ? Q മുതൽ R വരെ ഉള്ള Q മുതൽ R വരെ എടുത്ത സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Q മുതൽ R വരെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 15 ആദ്യ പ്രവേഗം 15 ആണ്. ഇനി അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമുക്ക് പ്രവേഗമാറ്റം എന്ന് പറയുന്നത് 10 മൈനസ് 15. അപ്പോൾ എത്ര കിട്ടും? -5 എന്ന് കിട്ടും. ഇനി അവിടുത്തെ പ്രവേഗമാറ്റത്തിനടുത്ത സമയം എത്രയാണ്? 5 സെക്കൻഡാണ്. 5 സെക്കൻഡ്. അപ്പം നമുക്ക് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ ത്വരണം കാണുന്നതിന് എന്ത് ചെയ്താൽ മതി? 5/5. അപ്പം നമുക്ക് എത്ര കിട്ടും? 5/5 എന്ന് പറയുന്നത് എത്രയാണ്? -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി 6 മുതൽ S വരെ എങ്ങനെയാണ്? ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 10 ആണ്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 5 ആണ്. പ്രവേഗമാറ്റം വരുമ്പോൾ 5 - 10 -5 വരും. ഇനി ഇവിടെ എടുത്ത സെക്കൻഡ് എത്രയാണ്? ഇവിടെ എടുത്ത സമയം എന്ന് പറയുന്നത്
ഇവിടെയും എത്രയാണ് 5 സെക്കൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് 5 സെക്കൻഡ്. അപ്പോൾ 5 സെക്കൻഡ് വരുമ്പോൾ നമ്മൾ -5/5 നോക്കും. അപ്പോൾ നമുക്ക് എത്ര -1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അവിടെയും കിട്ടും. ഇനി എസ് മുതൽ ടി വരെ ആണെങ്കിൽ എത്ര എടുത്തിരിക്കുന്നത്? ആദ്യ പ്രവേഗം 5 ആണ്. ഇനി അന്ത്യപ്രവേഗം അവിടെ 0 ആണ്. അതുപോലെ പ്രവേഗ മാറ്റം എന്ന് പറയുന്നത് എത്ര 0ൽ നിന്ന് 5 പോയാൽ -5 ആണ്. -5. അതുപോലെ അവിടുത്തെ സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. 20 സെക്കൻഡാണ് സമയം തന്നിരിക്കുന്നത്. അതിന് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് എത്രയാണ്? -5/20. അപ്പം നമുക്ക് എത്ര കിട്ടും? 1/4 മീറ്റർ മൈനസ് ആണ് -1/4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ ഈ ഒരു ടേബിൾ. ഇവിടെ പ്രവേഗം കുറഞ്ഞു വരുന്നതായി കണ്ടുവല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പ്രവേഗം കുറഞ്ഞു വരുന്നു. പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റും എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ. ഈ മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്തെന്ന് ചോദിക്കാം. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകേണ്ടതുണ്ടോ? അപ്പോൾ മന്ദീകരണം എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് നൽകണം? നെഗറ്റീവ് ചിഹ്നമാണ് കൊടുക്കുന്നത്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. അപ്പോൾ ത്വരണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകേണ്ടതുണ്ടോ? അപ്പോൾ മന്ദീകരണം എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം നൽകേണ്ടതില്ല. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഇപ്പോൾ ത്വരണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഇക്വേഷൻ പറയണം. എന്താണ്? ത്വരണത്തിൻ്റെ ഇക്വേഷൻ കൊണ്ടുവരണം. നമ്മുടെ ത്വരണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A = V - U/T ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാണ്? 5 സെക്കൻഡ് കൊണ്ട് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുമ്പോൾ ത്വരണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? 10 - 0/5. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയെന്ന് കിട്ടും? 10 - 5 എന്ന് പറയുമ്പം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിൽ ത്വരണം എത്ര, മന്ദീകരണം എത്ര എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലമാകുമ്പോൾ നമുക്ക് പറയാം ഇവിടെ ത്വരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണമെങ്കിൽ 2 ആണ് എന്ത്? മന്ദീകരണം എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത നമ്മൾ പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് നിർത്തുന്നു. വാഹനത്തിൻ്റെ മന്ദീകരണം എത്ര? അപ്പോൾ ഇവിടെ എന്താണ്? അവിടെയും നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമുക്ക് എന്താ? A = V - U/T എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ഇവിടെ V എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ആദ്യ പ്രവേഗം 5 ആണ്. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് 5/2 അതായത് -5 ആണ് ഇവിടെ. -5/2 അത് അവിടെ കിട്ടും. അപ്പോൾ അത് -5ൻ്റെ 2 എത്രയാണ്? ഭാഗം 2 എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മന്ദീകരണം എന്ന് പറയുന്നത് എത്രയാണ്? മന്ദീകരണം 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് കിട്ടി. അടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഒരു വസ്തുവിൻ്റെ 2-ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡും 4-ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡുമായാൽ അതിൻ്റെ ത്വരണം എത്ര, മന്ദീകരണം എത്ര, 8-ാം സെക്കൻഡിലെ പ്രവേഗം എത്ര എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എത്രയാണ്? യു എന്ന് പറയുന്ന ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 40 അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 30 അപ്പം നമുക്ക് ത്വരണം എങ്ങനെയാണ്? ത്വരണം എന്ന് പറയുന്നത് A = V - U/T ആണ്. ഇവിടെ സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? സമയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സമയം 2 സെക്കൻഡാണ് നമ്മളിവിടെ എടുക്കുന്നത്, 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എങ്ങനെ ചെയ്യാം നമുക്കിത്? നമ്മൾ 30 - 40 / 2. നേരത്തെ നമ്മുടെ ഇക്വേഷൻ A = V - U/T ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 30 - 40 / 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 30 - 40 അപ്പോൾ എത്ര കിട്ടും? -10 എന്നാണ്. 40 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ -10 / 2 എത്ര കിട്ടും? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി അപ്പോൾ ഇവിടുത്തെ മന്ദീകരണം എന്ന് പറയുന്ന 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അവിടെ നമുക്ക് നെഗറ്റീവ് എടുക്കണ്ട. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണത്തിന് നെഗറ്റീവ് ഇല്ല. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് 8-ാം സെക്കൻഡിലെ പ്രവേഗം കാണണം. അതിന് വേണ്ടിയിട്ട് 8-ാം സെക്കൻഡിലെ പ്രവേഗം V നമ്മൾ U+AT അതാണ് നമ്മൾ കാണുന്നത്, U+AT. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ നമ്മുടെ V എന്ന് പറയുന്നത് 30 അതുപോലെ എന്താണ് U+AT, അതായത് യു എന്ന് പറയുന്നത് 30 നമ്മുടെ യു എന്ന് പറയുന്നത് ഇതാണ്. യു എന്ന് പറയുന്നത് 30. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറയുന്നത് 5 സെക്കൻഡ് എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 30 - 20 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടുത്തെ ത്വരണം. നമ്മുടെ അപ്പോൾ ഇവിടുത്തെ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ പ്രവേഗം. 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ പ്രവേഗം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? സമത്വരണവും അസമത്വരണവുമാണ് പറയുന്നത്. പട്ടിക 2.6 ലഭിച്ച ത്വരണം ഓരോ അവസരത്തിലും തുല്യമായിരുന്നു. അപ്പോൾ പട്ടിക 2.6 ലഭിച്ച ത്വരണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. പട്ടിക 2.7 പ്രകാരം ലഭിച്ച ത്വരണമോ? അപ്പോൾ പട്ടിക 2.6 ലഭിച്ച അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൽ നമ്മൾ ഇതിൻ്റെ ഓരോ തോത് അടയാളപ്പെടുത്തണം. എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ്. ഇവിടെ സമയം എക്സ് അക്ഷത്തിൽ നമ്മൾ സമയം അടയാളപ്പെടുത്തണം. വൈ അക്ഷത്തിൽ നമ്മൾ സ്ഥാനം അടയാളപ്പെടുത്തണം, പൊസിഷൻ. അപ്പോൾ ഇവിടെ വൈയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഇവിടെ 2 സെക്കൻഡ് എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ ഇത് ഇവിടെ വരും. ഇനി 6 വന്നിട്ട് ഇവിടെ 3 ഇങ്ങനെ വരും. പിന്നെ അടുത്തതായി ഇങ്ങനെ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ കിട്ടും. ഇനി
ലഭിച്ച ഗ്രാഫിൻ്റെ സ്വഭാവം എന്ത്? ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ചരിവുള്ള നേർരേഖയാണ്. ഈ ഗ്രാഫ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥാന സമയ ഗ്രാഫ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലഭിച്ച ഗ്രാഫിൻ്റെ ആകൃതിയിൽ നിന്ന് വസ്തുവിൻ്റെ പ്രവേഗത്തിൻ്റെ പ്രത്യേകത എന്ത്? അപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു നേർരേഖയായിട്ടാണ് നമ്മളിവിടെ വരച്ചത്. ഇങ്ങനെയാണ് വസ്തുവിൻ്റെ പ്രവേഗം പോകുന്നത്. അപ്പോൾ ഇതൊരു സമപ്രവേഗമാണ്. ഇനി 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം, ഇവിടെ 5 സെക്കൻഡ്, അപ്പോൾ ഇവിടെ 4നും 6നും ഇടയ്ക്കാണ് 5 സെക്കൻഡ് വരുന്നത്. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം എത്രയാണ്? 2.5 ആണ്. 2.5 ആണ്. അടുത്ത് 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? ഇവിടെ 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 1.5 മീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയം, അപ്പോൾ 1.5 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. 1.5 ഇവിടെ ആയിട്ട് വരും. ഇനി അതിന് വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ആയിട്ട് വരും 3 സെക്കൻഡാണ്. അപ്പോൾ 3 സെക്കൻഡാണ്. ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്ഥാന സമയ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് തോത് എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. വൈ അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ 10 മീറ്റർ ആയിട്ടും തന്നിട്ടുണ്ട്. ഇനി നോക്കാം. ഗ്രാഫ് 2-4 നിന്ന് കാറിൻ്റെ എ മുതൽ ബി വരെയുള്ള പ്രവേഗം എങ്ങനെ കണ്ടെത്താം? അപ്പോൾ 2-4 നിന്ന് കാറിൻ്റെ എ മുതൽ ബി വരെയുള്ള പ്രവേഗം കണ്ടെത്താൻ. അപ്പോൾ ഗ്രാഫിൽ എ മുതൽ ബി വരെയുള്ള ഭാഗത്ത് കാറിൻ്റെ സ്ഥാനാന്തരം എത്രയാണ്? അപ്പോൾ എ മുതൽ ബി വരെയുള്ള സ്ഥാനം, ആ സ്ഥാനത്ത് സ്ഥാനാന്തരം കാണുന്നതിന് നമ്മൾ എന്താണ് സ്ഥാനാന്തരം എന്ന് പറയുമ്പം v = s/t, അതാണ് സ്ഥാനാന്തരം ഭാഗം സമയം. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് v = s/t, ഇതാണ് സ്ഥാനാന്തരം കാണാനുള്ള ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് ഇവിടുത്തെ സമയം? അവരിപ്പോൾ സമയം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 30/6 ആണ്. അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. ഗ്രാഫിൽ കാറിൻ്റെ 6ാം സെക്കൻഡിലെ സ്ഥാനം എത്ര? 6ാം സെക്കൻഡിലെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രാഫിൽ 6ാം സെക്കൻഡിലെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രാഫിൽ 6ാം സെക്കൻഡിലെ സമയം 30 ആണ്. 30. ഈ കാറിന് ഏത് തരം പ്രവേഗമാണുള്ളത്? അപ്പോൾ ഇത് നേരെ പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് പറയാം ഇതെന്താണ്? ഏത് തരം പ്രവേഗമാണ്? ഇതൊരു സമപ്രവേഗമാണ് എന്ന് പറയാം. സമപ്രവേഗമാണ്. 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ കാറിൻ്റെ പ്രവേഗം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ, ഇപ്പോൾ ഇവിടെ 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ നമ്മുടെ ഗ്രാഫിൻ്റെ പ്രവേഗം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ആറ് സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ, 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള പ്രവേഗമെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് 6നും 8നും ഇടയിൽ 10 ആണ് വരുന്നത്. 6നും 8നും ഇടയിൽ 10 വരും. 10 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 10/2, അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് 6നും 8 സെക്കൻഡിനും ഇടയിലുള്ള കാറിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി
ഇനി ഗ്രാഫ് 2.4 കാറിൻ്റെ എ മുതൽ ബി വരെയുള്ള പ്രവേഗം എങ്ങനെ കണ്ടെത്താം? അപ്പോൾ എ മുതൽ ബി വരെയുള്ള പ്രവേഗം കണ്ടെത്തുന്നതിന് ഇതല്ലേ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരുന്നത്. തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് നമ്മൾ അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരുന്നത്. തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ എന്ത് സംഭവിക്കുന്നില്ല? വ്യത്യാസമുണ്ടാകുന്നില്ല. ഇനി പ്രവേഗ സമയ ഗ്രാഫുണ്ട്. ഒരു വാഹനത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട പട്ടികയും പ്രവേഗ സമയ ഗ്രാഫും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പ്രവേഗവും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഗ്രാഫാണ് പ്രവേഗ സമയ ഗ്രാഫ്. അപ്പോൾ പ്രവേഗ സമയ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് അക്ഷത്തിൽ സമയമുണ്ട്, വൈ അക്ഷത്തിൽ പ്രവേഗവും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഗ്രാഫാണ് പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയുന്നത്. ലഭിച്ച ഗ്രാഫിൽ നിന്ന് 4-ാമത്തെയും 10-ാമത്തെയും സെക്കൻഡിനിടയിലുണ്ടായ സ്ഥാനാന്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവേഗം കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ സ്ഥാനാന്തരം കണ്ടെത്താനായിട്ട് v=s/t ആണ് സ്ഥാനാന്തരം ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് പ്രവേഗം ഇൻറ്റു സമയം ആണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗം ഇൻറ്റു സമയമാണ് സ്ഥാനാന്തരം. ഗ്രാഫിൽ ഇത് എ ബി ഇൻറ്റു എ ഡിക്ക് തുല്യമായിരിക്കും. അതായത് എ ബി സിയുടെ പരപ്പളവിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എ ബിയും എ ഡിയും ഉണ്ട്. അതായത് ഇവിടെ എ ബി സി ഡി, അതാണ് ഇതിൻ്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത്. ഇത് ഗ്രാഫിൽ ബി സിക്ക് താഴെ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. അതായത് 40 മീറ്റർ/സെക്കൻഡ് ഇൻറ്റു 6 സെക്കൻഡ് എന്ന് പറയുന്നത് 240 മീറ്ററാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു പ്രവേഗ സമയ ഗ്രാഫ്, നമ്മൾ നേരത്തെയും പ്രവേഗ സമയ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവേഗ സമയ ഗ്രാഫിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? പ്രവേഗം നമ്മൾ 0 മുതൽ തുടങ്ങും. അതായത് 2, 4, 6, 8, 10, 12 ഇങ്ങനെ പോകുന്ന സമയം. അത് നമ്മൾ എക്സ് അക്ഷത്തിൽ കൊടുക്കും. ഇതാണ് സമയം. ഇനി നമ്മൾ അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് ഇവിടെ 10, 20, 30, 40 ഇത് പ്രവേഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഗ്രാഫിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം കാണാൻ എന്ത് ചെയ്താൽ മതി? 4 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ് എടുക്കുന്നു. 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഒന്ന് 20 ആണ്. അപ്പോൾ എത്രയായിരിക്കും? 20/4 എന്ന് പറയുമ്പം എത്രയാണ്? ഇവിടെ ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം, അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 സെക്കൻഡ് ഇവിടെ എടുക്കണം. ഇതാണ് ആദ്യത്തെ 4 സെക്കൻഡ്. അപ്പോൾ ഈ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എവിടെയാണ്? എവിടെയായിട്ട് വരും? ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഇവിടെയായിട്ട് വരും. ഇതാണ് 40 അപ്പോൾ 40/4 എത്രയാണ്? ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത്. 10 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ അടുത്തെന്താണ്? ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം അല്ലെങ്കിൽ ത്വരണം എത്രയാണ്?
ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് നമ്മളിവിടെ കണ്ടു. ഇവിടെയാണ് ആദ്യത്തെ 4 സെക്കൻഡ്. ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 സെക്കൻഡിലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെ 40 മീറ്ററാണ്. 4 സെക്കൻഡിലെ സ്ഥാനാന്തരം 40 മീറ്ററാണ്. ഇനി ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എത്ര? പ്രവേഗമാറ്റം അല്ലെങ്കിൽ ത്വരണം, പ്രവേഗമാറ്റം അതുപോലെ ത്വരണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിലുണ്ടായ ത്വരണത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. A = v - u/t. ഇതാണ് ത്വരണത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 40. 40 - 0 അതിൻ്റെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡ് അല്ലേ? 4 സെക്കൻഡിൽ എത്രയാണ്? 4 സെക്കൻഡിൽ 40/4. അപ്പോൾ 10/2 എന്ന് കിട്ടും. 10 തെറ്റിപ്പോണം. ആദ്യത്തെ 4 സെക്കൻഡിൽ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിൽ സ്ഥാനാന്തരം എത്രയാണ്? ആദ്യത്തെ 4 സെക്കൻഡ് നമുക്കിവിടെ എടുക്കാം. ഇതാണ് ആദ്യത്തെ 4 സെക്കൻഡ്. ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്. 40 മീറ്റർ. 40 മീറ്ററാണ് ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം. ഇനി ഇവിടുത്തെ പ്രവേഗവും ത്വരണവും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എത്ര? ത്വരണം എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം, 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് 40 അതുപോലെ അതിൻ്റെ ത്വരണം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ത്വരണം കാണാൻ വേണ്ടി ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എത്ര? അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡിലെ സ്ഥാനാന്തരം ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 4 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? ഇവിടെയാണ് ആദ്യത്തെ 4 സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്. ഇനി അടുത്ത് പറയുന്നത് ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എത്ര? ത്വരണം എത്ര? ആദ്യത്തെ 4 സെക്കൻഡ് കൊണ്ടുണ്ടായ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് 40. അപ്പോൾ ഇവിടുത്തെ ത്വരണം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? A = v - u/t എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 40. അതുപോലെ ആദ്യ പ്രവേഗം 0. എത്ര സെക്കൻഡ്? 4 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 മീറ്റർ/സെക്കൻഡ്² എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഇനി 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിൽ വാഹനത്തിൻ്റെ ത്വരണം എത്ര? അപ്പം 4 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയിൽ വാഹനത്തിൻ്റെ ത്വരണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ചലന സമവാക്യങ്ങളെക്കുറിച്ചാണ്. ചലന സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ചലന സമവാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ചുവടെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ അപ്പം നമ്മൾ ആദ്യ പ്രവേഗത്തിന് u എന്ന് കൊടുക്കും. അതുപോലെ അന്ത്യപ്രവേഗമാണെങ്കിൽ v ആണ്. അതിൻ്റെ സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്നത് s ആണ്. ത്വരണമാണെങ്കിൽ a ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചലന സമവാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സൂചകങ്ങളെന്ന് പറയുന്നത്. ഇനി പ്രവേഗമാറ്റത്തിനെടുത്ത സമയത്തെ t എന്നും നമ്മൾ സൂചിപ്പിക്കും. പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് v = u + at എന്ന സമവാക്യം ഉപയോഗിക്കാം. അപ്പോൾ പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ എടുത്താൽ മതി? v = u + at. ഇതാണ് പ്രവേഗവും സമയവും തമ്മിലുള്ള
സമവാക്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സമവാക്യം. സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ. ഇനി ഇവിടെ സ്ഥാനാന്തരമാണ്, പ്രവേഗവും സമയവുമാണെങ്കിൽ v = u + at. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ കണക്കുകളും കൃത്യമായി ചെയ്യാൻ കഴിയും. സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ s = ut + ½ at² എന്ന ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താം. ഇനി സ്ഥാനാന്തരവും പ്രവേഗവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? v² = u² + 2as എന്ന സമവാക്യത്തിലൂടെ കണ്ടെത്താം. അപ്പോൾ സ്ഥാനാന്തരവും പ്രവേഗവും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? v² = u² + 2as ഇത് കണ്ടെത്തിയാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാനാന്തരവും പ്രവേഗവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിയും. അപ്പോൾ സമത്വരണത്തിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഈ സമവാക്യങ്ങൾ ബാധകമാകുന്നുള്ളൂ. അപ്പോൾ സമത്വരണമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊരു ചലന സമവാക്യങ്ങൾ ഇവിടെ ഒരു ബോക്സിനകത്ത് മഞ്ഞപ്പട്ടികകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് v = u + at. ഇതാണ് ഒന്നാമത്തെ ചലന സമവാക്യം. രണ്ടാമത്തേത് s = ut + ½ at². ഇനി മൂന്നാമത്തേത് v² = u² + 2as. ഇതാണ് ചലന സമവാക്യങ്ങൾ. ഇനി ചലന സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ/സെക്കൻഡും ആയി ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? സ്ഥാനാന്തരവും സമയവും ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ut + ½ at². അപ്പോൾ സ്ഥാനാന്തരമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? s = ut + ½ at². അതാണ് സ്ഥാനാന്തരം കാണാനുള്ള ആ ഒരു ഇക്വേഷൻ. ഇനി അപ്പോൾ ഇവിടെ ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ത്വരണം എന്ന് പറയുമ്പം ത്വരണത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്വരണം എന്താണ്? a = v - u/t ആണ്. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എന്താണ്? a = v - u/t. അതായത് ഇവിടെ അന്ത്യപ്രവേഗം 40 മീറ്റർ/സെക്കൻഡ് ആണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ അതിൻ്റെ സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡ്. അപ്പോൾ ഈ 40 - 20 എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് / 4 ആണ്. അപ്പോൾ 4 ചെയ്യുമ്പോൾ നമുക്ക് 5 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. ഇനി സ്ഥാനാന്തരം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ut + ½ at². സ്ഥാനാന്തരമാണെങ്കിൽ ut + ½ at². അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 മീറ്റർ/സെക്കൻഡ് × 4 സെക്കൻഡ് + ½ × 5 മീറ്റർ² 5 മീറ്റർ/സെക്കൻഡ്² × 4s² നമുക്ക് എഴുതാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 മീറ്റർ + 40 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉത്തരം എത്രയാണ്? 80ഉം 40ഉം കൂടി ചേർന്ന് 120 മീറ്റർ എന്നാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 16 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ ത്വരണത്തിൻ്റെത് നമ്മൾ കണ്ടായിരുന്നു. ത്വരണം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് a = v - u/t എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? സമയം നമ്മൾ നോക്കണം. നമ്മൾ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് 6 മീറ്റർ/സെക്കൻഡ്, അന്ത്യപ്രവേഗം 16 മീറ്റർ/സെക്കൻഡ്, സമയം 10 സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 16 മീറ്റർ/സെക്കൻഡ് - 6 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമുക്ക് 10 സെക്കൻഡാണ് ടൈം എന്ന് കിട്ടും. 10 മീറ്റർ/സെക്കൻഡ് 16 ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് / 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ എത്ര കിട്ടും? 1 മീറ്റർ/സെക്കൻഡ്² ആണ് എന്ന് നമുക്കിവിടെ കിട്ടും.
ഇനി സ്ഥാനാന്തരം കാണാൻ എന്ത് ചെയ്യണം? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ് 6 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 10 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 10 സെക്കൻഡ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിലെത്ര നമുക്ക് ചെയ്യുമ്പം 60 മീറ്റർ പ്ലസ് 50 മീറ്റർ എന്ന് കിട്ടും. അതിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 110 മീറ്ററാണ് ആൻസർ വരുന്നത്. 110 മീറ്റർ. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 കിലോമീറ്റർ അവറായി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1000 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3600 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/18 എന്ന് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് 0 ബി എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 90നെ നമ്മൾ എന്ത് ചെയ്യണം? 90 ഇൻറ്റു 5 മീറ്റർ പെർ സെക്കൻഡ് ബൈ 18. അപ്പോൾ ഇവിടെ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ്. അപ്പം നമുക്ക് എത്രയാണ്? 600 സെക്കൻഡ് എന്ന് കിട്ടും. പിന്നെ ത്വരണം കാണാനായിട്ട് വി മൈനസ് യു ബൈ ടി കട്ട് ചെയ്താൽ മതി. അതിൽ 25 മീറ്ററും 0 മീറ്റർ പെർ സെക്കൻഡ് ബൈ 600 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഒരു കണക്ക് കൂടി തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുൻപ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെട്ടത്? അപ്പോൾ അതിലും ഇതുപോലെ യു ഇസ് ഈക്വൽ ടു 0. ആദ്യ പ്രവേഗം 0, അതിൻ്റെ ത്വരണം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു എസ്. അപ്പോൾ 400 ഇസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 20 ഇൻറ്റു എസ് എന്ന് കിട്ടും. എസ് എന്ന് പറയുന്നത് 400/20, അതായത് 20 മീറ്ററാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.